നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ സിനിമാ സംഘടനകൾ കടുത്ത നടപടി സ്വീകരിച്ചേക്കുമെന്നാണ് വാർത്ത. അമ്മ സംഘടന നിയോഗിച്ച 3-അംഗ സമിതി ഉടൻ റിപ്പോർട്ട് കൈമാറും. ഷൈൻ ടോമിനെ സസ്പെൻഡ് ചെയ്യണം എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. അതിനിടെ ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിറങ്ങി ഓടിയ ഷൈൻ ടോം ചാക്കോയ്ക്ക് പോലീസ് ഉടൻ നോട്ടീസും നൽകും. എസ് ശ്യാംകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. ശ്യാം, ഇന്നലെ സജി നന്ദിയാട്ട് എൻകൗണ്ടർ പ്രൈമിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ് ഇന്ന് എന്തോ ഒരു കടുത്ത തീരുമാനമുണ്ടാകും, അതിൽ എല്ലാ സിനിമാ സംഘടനകളും ഒറ്റക്കെട്ടാണ് എന്നാണ് പറയുന്നത്. ഷൈൻ ഇന്ന് അവിടെ ഒന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? ഇറങ്ങിയോട്ടവുമായി ബന്ധപ്പെട്ട് പോലീസ് തെരച്ചിൽ എങ്ങനെയാണ്? കാര്യം ഷൈൻ അവിടെ ഇരുന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ രാത്രി ഇഷ്ടംപോലെ പോസ്റ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ശ്യാം, വെൽക്കം ടു കണ്ണൂർ. ശ്യാം പറയൂ. ഹാഷ്മി, പ്രജിൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള നടപടി ഒട്ടും കുറയില്ല എന്ന് തന്നെയാണ് സിനിമാ സംഘടനകളും വ്യക്തമാക്കുന്നത്. കാരണം ഷൈൻ ടോം ചാക്കോ ഒരേ സമയം പരാതിക്കാരിയെ നിരന്തരമായി അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരാതിയുടെ ഫോട്ടോകൾ ഉൾപ്പെടെ സ്റ്റാറ്റസ് ആയിട്ടുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ ഓരോ മിനിറ്റിലും തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതെല്ലാം ചെയ്യുന്നത് പോലീസിനെ പേടിച്ച് 3 നിലയിൽ നിന്നും ചാടി താഴെ വന്ന് ഓടി ഒളിച്ച ഒരു പ്രതിയാണ്, ഒരു കേസിലെ ആരോപണ വിധേയനാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒളിവിലിരുന്നാണ് ഈ പോരാട്ടം മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇയാളുടെ ലൊക്കേഷനൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ FIR ഇടാത്തതുകൊണ്ട് മാത്രമാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ പോസ്റ്റ് ഒക്കെ ഇടാനായിട്ട് അവസരം ഇപ്പോഴും കിട്ടുന്നതെന്നാണ് പോലീസും പറയുന്നത്. ഏതായാലും സിനിമാ മേഖലയിൽ അമ്മയിൽ നിന്ന് ഒരു സസ്പെൻഷൻ പ്രതീക്ഷിക്കാം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നടപടികളിലേക്ക് പോകില്ല. പ്രത്യേകിച്ച് വിൻസ് തന്നെ പരാതി പോലീസിന് കൈമാറാൻ താല്പര്യമില്ല എന്നറിയിച്ച ഒരു സാഹചര്യത്തിലായിരിക്കും ഈ നടപടി. ഏതായാലും മറ്റ് സംഘടനകൾ, പ്രത്യേകിച്ച് സജി നന്ദിയാട്ട് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കൂടുതൽ നടപടികൾ ഉണ്ടാകും. നിലവിൽ കരാറിലായിരിക്കുന്ന ചിത്രങ്ങൾ ഒഴിച്ച് പുതിയ ചിത്രങ്ങളിലേക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും ഷൈൻ ടോം ചാക്കോയെ പരിഗണിക്കേണ്ട എന്ന നിലപാടിലേക്ക് അവരെത്തുന്നു എന്നുള്ള ഒരു സൂചന കൂടി കടന്നു വരുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലത്തേക്ക് കൂടുതൽ ചിത്രം തെളിയും. പോലീസും ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ തന്നെയാണ് തുടർ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ സംഘടനകൾ പറയുന്നത് ഒരു നടപടി ഉണ്ടാകും, പക്ഷേ എന്ത് നടപടിയാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇതെല്ലാ തവണത്തെ പോലെ അല്ല. ഇതൊന്നാമത്തെ കാര്യം, നമ്മൾ ലഹരിക്കെതിരെയുള്ള ഒരു വല്ലാത്ത ഒരു വികാരം നിൽക്കുന്നൊരു സമയമുണ്ട്. ലഹരിക്ക് അടിപ്പെട്ട് വളരെ മോശം, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് വളരെ മോശമായി പെരുമാറിയെന്നാണ് ആ നടിയുടെ പരാതി. പക്ഷേ ആഷ്മി, എന്നിട്ടും ഈ ഒളിവിൽ പോയിട്ടും അവിടെ നിന്ന് മൂപ്പര് വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടെന്നുള്ളത് ഓടി നിറയും. ഇന്നലെ രാത്രി ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി ശുചിമുറിയിൽ പോകുന്നൊരു വീഡിയോ, എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് കയറുന്നൊരു വീഡിയോ ഇട്ട് ഷൈൻ ടോം ചാക്കോ എവിടെ പോയെന്ന് ചോദിക്കുന്നത്, ഇതെല്ലാം എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞിട്ട് കോമഡിയാക്കുക. പുള്ളി കോമഡി തമാശയാക്കി പറയുന്നുണ്ട് ആൾക്കാർ, അല്ലേ? പരിഹാസം, മോക്കിംഗ് എന്ന് പറയില്ലേ, എൻ്റെ പോലീസ് സംവിധാനം, എൻ്റെ സിസ്റ്റം. പുള്ളിയുടെ ശീലമാണത്, രീതിയാണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്